welcome back to another episode of Life on Camera by Anu. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സ്റ്റുഡന്റ് കൊലീഗ് ജർമ്മനിയിൽ ഒരു ബാച്ചിലർ ഡിഗ്രി അഡ്മിഷൻ എങ്ങനെ നേടാമെന്നുള്ളത് നോക്കാം. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആൻഡ് എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. എന്താണ് സ്റ്റുഡന്റ് കൊലീഗ്? നാട്ടിലത്തെ സ്കൂൾ എഡ്യൂക്കേഷനും ജർമ്മനിലെ സ്കൂൾ എഡ്യൂക്കേഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ 12 കൊല്ലവും ജർമ്മനി 13 കൊല്ലവുമാണ് എന്ന് വെച്ചാൽ 1 ഇയർ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ എക്സാമിൽ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസും മാത്തമാറ്റിക്സ് സ്കിൽസും ആണ് ചെക്ക് ചെയ്യുന്നത്. ഈ എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം 1 ഇയർ സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇയർ ബാച്ചിലർ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റുഡന്റ് കൊലീഗിന്റെ പ്രോസസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവിടെ അഡ്മിഷൻ നേടാം എന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ ട്രാൻസ്ക്രിപ്റ്റ് അഥവാ മാർക്ക്ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ജർമ്മനിലെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. വിത്തൗട്ട് സ്റ്റുഡന്റ് കൊലീഗ് ബാച്ചിലേഴ്സ് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. എന്താണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ? ഫോർ എക്സാമ്പിൾ, നാട്ടിലത്തെ യൂണിവേഴ്സിറ്റി നമ്മൾ ഫസ്റ്റ് ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്ട് ഉണ്ടാകുകയോ ഈ പർട്ടിക്കുലർ സബ്ജക്ട് ജർമ്മൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നേഷൻ ഉണ്ടെങ്കിൽ ഈ സബ്ജക്ട് സ്കിപ്പ് ചെയ്യുകയും ബാലൻസ് ഉള്ള സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി. അതേസമയം നാട്ടിൽ എത്രയാണോ ഈ സബ്ജക്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ഈ സെയിം മാർക്ക് ജർമ്മൻ യൂണിവേഴ്സിറ്റി ട്രാൻസ്ക്രിപ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ജർമ്മനിലേക്കുള്ള ബാച്ചിലേഴ്സ് അഡ്മിഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. നമ്പർ 1, anabin.kmk.org എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് H+ സ്റ്റേറ്റസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. H+ സ്റ്റേറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ജർമ്മനിയിൽ റിക്കഗ്നേഷൻ കിട്ടുകയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യുള്ളൂ. നമ്പർ 2, ജർമ്മൻ ലാംഗ്വേജിൽ B1 ലെവൽ വരെയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. നമ്പർ 3, ഫോക്കസ് ഓൺ IELTS മിനിമം 7 പോയിന്റ്സ് എങ്കിലും വേണം. അക്കാഡമിക്കലി നല്ല ഗ്രേഡ്സ് കിട്ടാൻ നമ്മൾ ശ്രമിക്കുകയും CGPA എബോവ് 7.5 എങ്കിലും വേണം. ഇനി ജർമ്മനിയിലെ ബാച്ചിലേഴ്സ് അഡ്മിഷന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. നമ്പർ 1, ട്രാൻസ്ക്രിപ്റ്റ്സ്. നമ്പർ 2, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. നമ്പർ 3, IELTS പാസ്സായി മിനിമം 7 പോയിന്റ്സ് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ്. നമ്പർ 4, 10th 12th മാർക്ക്ഷീറ്റ്. നമ്പർ 5, SOP എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നമ്പർ 6, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. നമ്പർ 7, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഈ ഹോൾ പ്രോസസിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കാം. ലോക്ക്ഡ് അക്കൗണ്ടിൽ 10 to 10.5 lakhs കാണിക്കണം. അതേപോലെ അഡ്മിഷൻ പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജസ് 2 lakhs ആവും. ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്ത് 12.5 lakhs ആവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.